ശാന്തിയുടെ ഉറവിടം ദൈവമാണെന്ന് വേദഗ്രന്ഥങ്ങൾ വിശദീകരിക്കുകയാണ്. ഓം ശാന്തി. സുപരിചിതമാണ് ആ ശബ്ദം. ഓംകാരം ഏകത്വത്തെ കുറിക്കുന്ന പ്രണവമന്ത്രമാണെന്ന് പണ്ഡിതമതം. എല്ലാ പ്രാർത്ഥനകളും ആ ഏകദൈവത്തോടുള്ള ആ പ്രണവമന്ത്രത്തിൽ നിന്നാണ് ഭാരതീയ വേദോപനിഷത്തുകളിൽ പോലും ആവർത്തിക്കപ്പെടുന്നത്. ഓം സഹനാവവതു സഹനോ പുനത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാമതീതവസ്തുമാ വിദ്യുഷാവഹൈ. എല്ലാ വിദ്വേഷങ്ങളിൽ നിന്ന് സഹനബോധത്തിലേക്ക്, ഉത്കർഷത്തിലേക്ക്, ബുദ്ധിപരമായ വളർച്ചയിലേക്ക് എന്നെ നയിക്കണമേ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത വിശാലമായ ഒരു മനസ്സെനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ പ്രാർത്ഥന അത് ഏകദൈവത്തോടാണ്, ഓംകാര ശക്തിയോടാണ്, ഏകത്വത്തെ കുറിക്കുന്ന പ്രണവമന്ത്രമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ആചാര്യന്മാർ ഓംകാരത്തെ വിശദീകരിക്കുന്നു. ഓം ശാന്തി. ആ ഏകനായ പടച്ചതമ്പുരാനിൽ നിന്നാണ് സമാധാനം. വേദഗ്രന്ഥങ്ങൾ ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും ഈ മഹാസത്യത്തിന്റെ തെളിച്ചവും വെളിച്ചവും നമുക്ക് നൽകുമ്പോഴും നമ്മുടെ സമൂഹം തിരിച്ചറിവ് നേടുന്നില്ല. അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ചു പഠനം നടത്തുന്നില്ല. ഉപരിപ്ലവമായി പോകുന്നു സമൂഹത്തിന്റെ ദാർശനിക കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശകലനങ്ങൾ. സാധാരണക്കാരൻ മുതൽ മഹാബുദ്ധിജീവികൾ പോലും ആ ദൈവങ്ങൾക്ക് മുമ്പിൽ ആത്മീയ ശാന്തി തേടി അഭയം പ്രാപിക്കുകയാണ്. രോഗനിവാരണത്തിന്, സന്താനലബ്ധിക്ക്, ആഗ്രഹ സഫലീകരണത്തിന്, ആത്മീയ ശാന്തിക്ക് ഇത്തരം മനുഷ്യ ദൈവങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുകയാണ്. കേരളത്തിൽ പ്രശസ്തയായ ഒരു ആത്മീയ ദൈവം, ഒരു സഹോദരി, അവര് ഏറ്റവും പ്രശസ്തയായ, ഒരുപക്ഷെ ഇന്ത്യയിലും ലോകത്തും മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധാരണ സ്ത്രീ, മതരംഗത്ത് ആധ്യാത്മിക ജ്ഞാനമോ പരിജ്ഞാനമോ അറിവോ ഇല്ലാത്ത സാധാരണക്കാരിയായ ഒരു സ്ത്രീ. അവര് രാത്രിയിൽ ഉറങ്ങുന്നത് ഒരു ആധുനികമായി ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വിരലിലെണ്ണാവുന്ന ഏതാനും സമ്പന്നർ മാത്രം ഉപയോഗിക്കുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾക്കുള്ള പരിഹാരമായിട്ടുള്ള അത്യന്താധുനികമായ ഒരു യന്ത്രോപകരണം തലയിൽ വെച്ചുകൊണ്ടാണ് അവർ രാത്രി ഉറങ്ങുന്നത്. രോഗാതുരമായ അവസ്ഥയിൽ ഉറക്കമില്ലാതെ ഭൗതികമായ ഒരു യന്ത്രത്തെ അഭയം തേടുന്ന ആ സ്ത്രീയെയാണ് ശരണം തേടിക്കൊണ്ട്, അഭയം തേടിക്കൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട് തങ്ങളുടെ രോഗനിവാരണത്തിനായി അഭയാർത്ഥികൾ, ഭക്തജനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തരുമായ പുട്ടപർത്തിയിലെ ആത്മീയ ആചാര്യൻ 1 ഡസനിലധികം രോഗങ്ങൾക്ക് നിരന്തരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. 1 ഡസനിലധികം രോഗങ്ങൾക്ക് നിരന്തരമായി അനേകം മരുന്നുകൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, രോഗത്തിന്റെ കെടുതികളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അരികിലേക്കാണ് രോഗനിവാരണത്തിന് വേണ്ടി കടന്നു ചെല്ലുന്നത്. ചിന്തിക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏവറേജ് ബുദ്ധി തന്നെ മതിയല്ലോ. സഹോദരങ്ങളെ, ഈ ലളിതമായ ചിന്തയെ തട്ടിയുണർത്തുകയാണ് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ. പ്രാർത്ഥനകൾ, അർച്ചനകൾ, ആരാധനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിഷ്കളങ്കമായി അർപ്പിക്കപ്പെടേണ്ടതാണ് എന്ന പ്രഖ്യാപനം കൃത്യമായി മാനവതയോട് പ്രഘോഷണം ചെയ്യുന്നു ഖുർആൻ. ഇസ്ലാം അതിന്റെ ആദർശങ്ങളുടെ എല്ലാം തണലും അതിന്റെ വിശാലത മുഴുവനും ഈ തൗഹീദിന്റെ ഏകദൈവ ആരാധനയുടെ ആഴ്ന്നിറങ്ങിയ വേരുകളുടെ ശാഖകളാണ്. മനുഷ്യന്റെ ബന്ധുത്വം, സാഹോദര്യം, ഐക്യം, സ്നേഹം ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പടച്ചതമ്പുരാന്റെ മതം ഉത്ബോധനം ചെയ്യുന്ന ആദർശത്തിന്റെ തെളിച്ചവും വെളിച്ചവും അതിന്റെ ഉറവിടം ഈ ഏകദൈവ ആരാധനയും ഏകദൈവ വിശ്വാസവുമാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയും പിന്നീട് പ്രൊഫസറുമായി തീർന്ന ഇസ്ലാം സ്വീകരിച്ച ജെഫ്രി ലാങ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം കറുത്തവനായ, ഇസ്ലാം സ്വീകരിച്ച അമേരിക്കക്കാരനായ കറുത്തവനായ അബുൽ അലി മൂസ എന്ന വ്യക്തിയുടെ ഒരു പ്രഭാഷണം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അത് കേൾക്കാൻ ഇസ്ലാം ആശ്ലേഷണത്തിന് ശേഷം, ഇസ്ലാമിനെ ഉൾക്കൊണ്ടതിന് ശേഷം അദ്ദേഹം കടന്നുചെന്ന ഒരു അനുഭവം അതിമനോഹരമായി ഇസ്ലാമിന്റെ സമാധാനത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ തൗഹീദിനെക്കുറിച്ച്, ഏകമാനവികതയെക്കുറിച്ച് അബുൽ അലി മൂസ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോ
ഒരു അമുസ്ലിമായ ക്രൈസ്തവനായ ഒരു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ അബുൽ അലി മൂസ എന്ന നീഗ്രോയോട് ചോദിച്ചു, എന്താണ് താങ്കളിൽ ഇസ്ലാം വരുത്തിയ മാറ്റം? എന്ത് എക്സ്പീരിയൻസ് ആണ് താങ്കൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത്? ആ ചോദ്യത്തിന് സ്വല്പനേരം നിശബ്ദനായിക്കൊണ്ട് തന്റെ സദസ്സിൽ ഇരിക്കുന്ന ജെഫ്രി ലാംഗിനെയും സഹപ്രവർത്തകനായ ഗ്രാൻഡിനെയും അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അബുൽ അലി മൂസ പ്രഖ്യാപിച്ചു അത്രേ, വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൊലിയുടെ നിറത്തിന്റെ പേരിൽ അമേരിക്കയുടെ തെരുവീതികളിൽ പരസ്പരം തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്തവരാണ് ഞാനും ജെഫ്രിയുമൊക്കെ. വെള്ളക്കാരനായ വെളുത്തവരിൽ വെളുത്തവനായ ജെഫ്രിയും ഞാനും തൊലിയുടെ നിറത്തിന്റെ പേരിൽ പരസ്പരം തലതല്ലി മരിച്ചവരാണ്. ഞങ്ങൾ ആദർശത്തിന്റെ ചരടിൽ, വിശ്വാസത്തിന്റെ ചരടിൽ കോർത്തിണക്കി സഹോദരങ്ങളാക്കി എന്നതാണ് ഇസ്ലാം ഞങ്ങളിൽ വരുത്തിയ പരിവർത്തനം, മാറ്റം. പ്രോജ്വലമായ മറുപടി. ഒരുപക്ഷെ നമ്മൾ ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ കാതോർത്തിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളുത്തവരിൽ വെളുത്തവനായ സൽമാനെയും കറുത്തവരിൽ കറുത്തവനായ ബിലാലിനെയും ആദർശത്തിന്റെ, സാഹോദര്യത്തിന്റെ, വിശ്വാസത്തിന്റെ ചരടിൽ കോർത്തിണക്കാൻ ഇസ്ലാമിന് സാധിച്ചുവെന്ന് ആ സാധ്യതയ്ക്ക് സമകാലിക ലോകത്തിന് മുമ്പിൽ മറുപടി നൽകുകയാണ് യഥാർത്ഥത്തിൽ അബുൽ അലി മൂസ എന്ന നീഗ്രോ. ഈ കാലഘട്ടത്തിലും കറുത്തവർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഹോട്ടലുകളുള്ള ഒരു രാജ്യത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. നമ്മുടെ പ്രബുദ്ധമായ സംസ്ഥാനത്ത് പോലും, ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് ഒരു കറുത്തവൻ മുഖ്യമന്ത്രിയായാൽ പോലും അതൊരു വലിയ വാർത്തയാകില്ല. കറുപ്പഴകി എന്ന് വാർത്താ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കില്ല. എന്നാൽ ലോക പോലീസിന്റെ നാട്ടിൽ അമേരിക്കയിൽ ഒരു കറുത്തവൻ അധികാരത്തിൽ വന്നപ്പോൾ അത് ലോകം മുഴുവനും ഒരു മഹാ അത്ഭുതമായി ചർച്ച ചെയ്യുന്നുവെങ്കിൽ അത് ലോകത്തിന്റെ വളർച്ചയല്ല, തളർച്ചയും തകർച്ചയുമാണ്. യഥാർത്ഥത്തിൽ അത് ലോകത്തിന്റെ പരാജയമാണ്. അവിടെ മനുഷ്യന് മുമ്പിൽ തൊലിയുടെ നിറഭേദമില്ലാത്ത, വർണ്ണഭേദമില്ലാത്ത, ജാതീയതയില്ലാത്ത സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും ആദർശമായ ഇസ്ലാമിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന ഒരു വസ്തുത നമ്മൾ ഉൾക്കൊള്ളുക. സഹോദരങ്ങളെ, ലോകത്തിന്റെ സർവ്വപ്രശ്നങ്ങൾക്കുമുള്ള മഹത്തായ പരിഹാരവുമായി കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനം ഏതാനും മാസങ്ങൾ ഒരാദർശ പ്രബോധന യാത്രക്ക് തുടക്കം കുറിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ചരിത്രപരമായി സവിശേഷതയുള്ള, അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിളനിലമായ ഈ ജില്ലയിൽ നിന്ന് തന്നെയാണ് ഈ പ്രബോധന യാത്രയുടെ തുടക്കം. കൂടെ നിൽക്കുക, സഹകരിക്കുക. വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ലോകത്തിന് മുമ്പിൽ അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ദൈവിക മാർഗദർശനത്തിന്റെ ഗ്രന്ഥത്തിലൂടെ പ്രഘോഷണം ചെയ്യപ്പെട്ട മഹത്തായ ആദർശം അത് പ്രശ്നങ്ങളുടേതല്ല, പരിഹാരത്തിന്റേതാണ്. അത് വെറുപ്പിന്റേതല്ല, സ്നേഹത്തിന്റേതാണ്. അത് ഛിദ്രതയുടേതും ജാതീയതയുടേതുമല്ല, സഹോദര്യത്തിന്റെയും മനുഷ്യബന്ധുത്വത്തിന്റേതുമാണ്. ലോകം തേടുന്ന ഒരു മഹത്തായ ആദർശം. മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയാണ്, ഞങ്ങൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും ജീവിക്കുന്ന ഭൂമിയും ഒന്നാണ്. നിങ്ങളെ പടച്ച തമ്പുരാൻ അവനേകനാണ്, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണമെന്ന മഹത്തായ, ലളിതമായ, ദാർശനിക സങ്കീർണതകളില്ലാത്ത ആ മഹത്തായ ഏകദൈവ ആരാധനയുടെ സന്ദേശം, ആ സന്ദേശത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചറിഞ്ഞുകൊണ്ട്, അടുത്തറിഞ്ഞുകൊണ്ട് ഈ പ്രയാണത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾ നിഷ്കളങ്കമായി പങ്കുചേരുക. ഇതിന്റെ സഹയാത്രികരായി തീരുക, സത്യപ്രബോധകരായി തീരുക. സമാധാനത്തിന്റെ ഈ പാത ഈ ലോകത്തിന്റെ, പരലോകത്തിന്റെ വിജയത്തിന്റെ മാർഗമാണെന്ന് തിരിച്ചറിയുക. പടച്ച തമ്പുരാൻ ഈ സംരംഭത്തെ വിജയിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.